വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്ക് പഴമയുടെ അതേ രുചിയിൽ ഓട്ടട ഉണ്ടാക്കിയെടുത്താലോ. ഓട്ടട ഉണ്ടാക്കാൻ പലരും പറയാറുണ്ട് വളരെ പ്രയാസമാണെന്ന്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. നല്ല ആരൊക്കെ വന്നിട്ട് നല്ല കുഴികളൊക്കെ ഉള്ള അടിപൊളിയായിട്ടുള്ള ഓട്ടട. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഓവർനൈറ്റ് കുതിർത്തിടാം, അല്ലെങ്കിൽ ഒരു 7 to 8 മണിക്കൂർ കുതിർത്തിട്ടാൽ കറക്റ്റായിട്ട് നമുക്ക് അരി അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റിൽ കുതിർത്തിട്ട് ഒരു 10 മണിക്ക് കുതിർത്തിയിട്ടിട്ട് രാവിലെ 7 മണി 6 മണിക്കൊക്കെ അരച്ചെടുക്കുക, അങ്ങനത്തെ ലെവലിലാണ്. ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 1 ഗ്ലാസ് ഫുള്ളായിട്ട് നമ്മൾ നാളികേരം ചിരവിയത്, തേങ്ങാപ്പാലിനെക്കാട്ടിലും നല്ലത് ചിരവിയതാണ്. അതിൽ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 3/4 കപ്പ് ചോറ്, അത് പിന്നെ നമ്മൾ മട്ടരിയുടെ ചോറായാലും കുഴപ്പമില്ല, നോർമൽ വെള്ള അരിയുടെ ചോറായാലും കുഴപ്പമില്ല, വെന്ത ചോറാവണമെന്ന് മാത്രം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻ്റാണ് മെയിനായിട്ട് ഈ ഓട്ടടക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ ഊറ്റിയെടുക്കണം അരി. അപ്പോൾ എന്നിട്ട് ആ അരി ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യുക. അതോടുകൂടെ തന്നെ നമ്മൾ ചോറും അതുപോലെ തന്നെ നാളികേരവും പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം, വല്ലാണ്ട് വെള്ളം കൂടി പോകണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി, ലൂസാവാനും ടൈറ്റ് ആവാനും പാടില്ല. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, അത് കുക്കിംഗ് ഓയിലൊന്നും ഒഴിച്ചിട്ട് കാര്യമില്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഒരു പിഞ്ച് സോഡാപ്പൊടി, പിന്നെ ആവശ്യത്തിന് നമ്മൾ സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ആയിരിക്കണം. പിന്നെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട്. രണ്ടാമത്തെ കാര്യം ചട്ടിയുടെ ചൂട് നല്ല കറക്റ്റ് ചൂടായിരിക്കണം. 4 സൈഡിൽ നിന്നും കറക്റ്റായിട്ട് ചട്ടിക്ക് ചൂട് കിട്ടിയാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഓട്ടട കിട്ടുള്ളൂ. എന്നിട്ട് ചട്ടി നന്നായി ചൂടായിട്ട് ശേഷം നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അത് അടച്ചു വെച്ചാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഓട്ടട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ആ ചട്ടി ഒന്ന് വെളിച്ചെണ്ണ തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓരോ തവി മാവ് നമ്മൾ ഇട്ട് കൊടുക്കുക. സെയിം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കുഴികളും പിന്നെ ആരുകളൊക്കെ ഉള്ള നല്ല ഓട്ടട തന്നെ കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ചായിട്ട് ഹോൾസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ നല്ല സോഫ്റ്റ് ആയതും നല്ല ആരോട് കൂടിയതും ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഈ ഒരു ഓട്ടപ്പം, ചിലർ പറയും ഓട്ടട ചുട്ടെടുത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലല്ലോ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഓട്ടട ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്, പ്രയാസമാണെന്നൊക്കെ. പക്ഷേ ഈ മെയിനായിട്ട് ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്ടട ചുട്ടെടുക്കാൻ പറ്റും. നല്ല തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഓട്ടട. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആയതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാനും കൊടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഓട്ടട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കാണുന്നവരിൽ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസും പഴമയുള്ള റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.